വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വെജിറ്റേറിയൻ ഡിഷായിട്ടാണ്, അതായത് വെജിറ്റബിൾ ജാൽഫ്രൈസി. അപ്പോൾ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ എന്താ സംഭവം എന്നൊന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സംഭവം സിമ്പിളാണ്. നല്ലൊരു വെജിറ്റേറിയൻ കറി. അത് കുട്ടികൾക്കാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ ഇഷ്ടപ്പെടുക. മാത്രമല്ല അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് മധുരവും പുളിയും എരിവും ഒക്കെ ചേർന്നുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിൻ്റെ കോമ്പിനേഷൻസ് ഒക്കെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഒട്ടും താമസിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള സമയം ഈസി ആയിട്ടുള്ള വെജിറ്റബിൾ ജാൽഫ്രൈസി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വെജിറ്റബിൾ ജാൽഫ്രൈസി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം ചെയ്തിരിക്കുന്നത് കുറച്ച് വെജിറ്റബിൾസ് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഞാനാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു അരഭാഗം ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു 4 ബേബി കോൺ എടുത്തിട്ട് ഇതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, 3 തരത്തിലുള്ള ക്യാപ്സിക്കം, കുറച്ച് മതി കേട്ടോ, ഒരുപാട് അങ്ങ് വെജിറ്റബിൾസ് പാടില്ല. 3 തരത്തിലുള്ള ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പച്ച ക്യാപ്സിക്കം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതന്നെ ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പനീറിൻ്റെ ക്യൂബ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മഷ്റൂം ഉണ്ടെങ്കിൽ മഷ്റൂം ഉപയോഗിക്കാം, ഗ്രീൻ പീസ് ഫ്രോസൺ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്രഷ് ഉപയോഗിക്കാം, അതും അല്ലെങ്കിൽ ബീൻസ് ഉപയോഗിക്കാം. പിന്നെ എന്താ വെജിറ്റബിൾസ്, ബ്രൊക്കോളി ഉപയോഗിക്കാം. എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ നിങ്ങൾക്ക് താല്പര്യം അതെല്ലാം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് ഇന്നത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതേസമയം നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ ചിക്കൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ നീളത്തിൽ അരിഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ചിക്കനും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ പക്ഷേ വെജിറ്റബിളാണ് കാണിക്കുന്നത്, അതുകൊണ്ട് വെജിറ്റബിൾസ് എടുത്തു എന്ന് മാത്രം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള കോണില്ലേ, അല്ലെങ്കിൽ ഫ്രോസൺ കോൺ ഉപയോഗിക്കാം, അതൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ, അതൊരു നാടൻ കറിയല്ല, അതൊരു നോർത്ത് ഇന്ത്യൻ കറിയാണ്. അതിൽ 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ബട്ടറിൽ വേണമെങ്കിൽ ബട്ടറിലും ചെയ്യാം കേട്ടോ. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ മാത്രം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി കട്ട് ചെയ്താലും മതി കേട്ടോ. അത് 1 മിനിറ്റ് വഴറ്റിയ ശേഷം നമുക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചെറുതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുട്ടികൾക്ക് സവാള താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവാള ഒഴിവാക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത് കുറച്ച് സവാള അരച്ചിട്ട് പ്യൂരി പോലെ ആക്കിയിട്ട് ചേർത്ത് വഴറ്റി കൊടുത്താലും മതിയാകും. ഇതൊരു ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഈ സവാള വഴറ്റി കൊടുക്കാം, മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം. ഈ വെജിറ്റബിൾ ജാൽഫ്രൈസി എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം പേടിച്ച് പോയിട്ടുണ്ട്. ഇത് എന്തൊരു സംഭവമാണെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ദുബായിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ സംഭവം, ഈ ഡിഷിൻ്റെ പേര് കേൾക്കുന്നത് തന്നെ. അപ്പോൾ പേര് കേൾക്കുമ്പോൾ ഞാൻ ഓർഡർ ചെയ്യാറില്ല സാധാരണ, പേടിച്ചിട്ട് ഇത് എന്താണെന്ന് അറിയില്ലല്ലോ. പിന്നെ ഒരു ദിവസം നമ്മുടെ ഫെറാറി വേൾഡിൽ പോയപ്പോഴാണ് ഈ സംഭവം ആദ്യമായി കഴിക്കുന്നത്. കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ അതിനുശേഷം വേറെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിച്ചിട്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിൽ ചെയ്ത് നോക്കിയപ്പോൾ ഓക്കെ കൊള്ളാം. പിന്നെ മാത്രമല്ല കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് ഇതിൻ്റെ റെസിപ്പി ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്തായാലും നിങ്ങൾ ചോദിച്ചതല്ലേ ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന്. അപ്പോൾ പേടിക്കേണ്ട സംഭവങ്ങളൊന്നുമല്ല, വളരെ ഈസിയാണ്. എനിക്ക് തോന്നുന്നു കുട്ടികൾക്കാണ് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെടുക. കാരണം ഇതിനൊരു ചെറിയൊരു മധുരവും എരിവും പുളിയൊക്കെ ഉള്ള ഒരു ഡിഷാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇതിന് ഡ്രൈ വേർഷൻ ആക്കിയതിന് ശേഷം നമുക്ക് ചപ്പാത്തിയുടെ ഉള്ളിലും പൊറോട്ടയുടെ ഉള്ളിലൊക്കെ റോൾ ചെയ്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലേക്കും ഓഫീസിലേക്കും കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഓക്കെ, സവാള ചെറുതായിട്ടൊരു ഗോൾഡ് കളർ വരുന്നുണ്ട്, ഒരുപാടങ്ങ് ബ്രൗൺ ആവാൻ നിൽക്കരുത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് തീ കുറച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ജീരകം പൊട്ടിക്കാട്ടോ, അതായത് ക്യൂമിൻ സീഡ്സ്. എനിക്ക് നല്ല ജീരകം പൊട്ടിക്കുന്ന വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. അതിന് പകരം ഞാനിവിടെ പൗഡറാണ് ചേർക്കുന്നത് കേട്ടോ, ജീരകത്തിൻ്റെ പൗഡറ്. അപ്പോൾ തീ കുറച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇതിലോട്ട് ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂണോളം നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, എല്ലാം കുറച്ച് ഇടാൻ പാടുള്ളൂ കേട്ടോ. ഒരു പേരിന് മാത്രം നല്ല ജീരകത്തിൻ്റെ പൊടി, ഒരു 1/4 ടീസ്പൂൺ പോലും ഇല്ലത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത് ചേർത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. 2 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ സവാള വഴറ്റുമ്പോൾ തന്നെ ഇടണം കേട്ടോ, ഞാൻ പച്ചമുളക് ഇടാൻ മറന്നുപോയതാണ്. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് 2 വലിയ തക്കാളി അല്ലെങ്കിൽ 4 ചെറിയ തക്കാളി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 2-3 മിനിറ്റ് ചെറിയ തീയിലിട്ടതിന് ശേഷം ഈ പൊടികളുടെ പച്ചമണം മാറാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കറി കഴിക്കുമ്പോൾ ആ ഒരു മസാലയുടെ ഒക്കെ കുത്തിങ്ങനെ ഫീൽ ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വഴറ്റാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിതിലോട്ട് ഞാൻ ഓൾറെഡി അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ചെറിയതോ മീഡിയം ആണെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണം വേണ്ടി വരും. പിന്നെ തക്കാളിയുടെ പുളി അനുസരിച്ച് മാറ്റം വരും കേട്ടോ. പിന്നെ ഗ്രേവി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തക്കാളി വേണം. ഇതിപ്പോൾ ഒരുപാട് പുളിയില്ലാത്ത തക്കാളിയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ.
ഇത് നന്നായിട്ട് ഇതിൽ കിടന്ന് കുക്കാവണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യാം. ഒരു 10 മിനിറ്റോളം പിടിക്കും കേട്ടോ. പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്. ഓക്കെ, ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. വീണ്ടും അടച്ച് വെച്ച് കുക്ക് ചെയ്യും. ഒരു 10 മിനിറ്റോളം ഇത് കുക്കായിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ മുകളിലേക്ക് തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് നന്നായിട്ട് ഇത് കുക്കായിട്ടുണ്ടെന്നാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവി എത്ര വേണം അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് വെജിറ്റബിൾസ്, അധികം വേവുള്ള വെജിറ്റബിൾസ് ആദ്യം ഇടുക. പിന്നെ പെട്ടെന്ന് തന്നെ കുക്കാവുന്ന വെജിറ്റബിൾസ് അവസാനം ഇടുക. അതാണ് അതിൻ്റെ കണക്ക്. ഇപ്പോൾ ബീൻസൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ക്യാരറ്റും ബീൻസും അതുപോലെ തന്നെ ഞാനിപ്പോൾ ബേബി കോൺ എടുത്തിട്ടുണ്ട്, അതൊക്കെ ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഇത് പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് കുക്കാവാൻ പാടില്ല വെജിറ്റബിൾസ് കേട്ടോ. ജസ്റ്റ് ഒരു കടിക്കാനുള്ളൊരു, അതായത് ക്രഞ്ചിനെസ് വേണം. അതുകൊണ്ട് ഓവറായിട്ട് നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടച്ചു വെക്കേണ്ട, തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചാൽ മതി. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഒരു ഡിഷാണിത്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കാണാൻ മറക്കരുത്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇതിൽ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ഉപയോഗിക്കുന്നില്ല, അതായത് സോയാ സോസോ അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. അതായത് ഉപ്പും മധുരമൊക്കെ നോക്കട്ടെ. മധുരം കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഒരു അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ശർക്കര ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ അവസാനം ഹണി ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഉപ്പ് കുറവാണ്, ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര ഇടാൻ പോവുകയാണ്. ഒരുപാടൊന്നും വേണ്ട. ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പുളിയുള്ള തക്കാളി ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ഒരുപാട് പുളി കൂടിക്കഴിഞ്ഞാൽ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. എരിവ് ഇത്തിരി കുറവാണ്. അതുകൊണ്ട് ഞാനൊരു പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. പിന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ 2 പച്ചമുളക് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുട്ടികളുടെ താല്പര്യം അനുസരിച്ച് എരിവൊക്കെ മാറ്റം വരുത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇന്ന് ഒരു 5 മിനിറ്റ് ഇത് കുക്ക് ആവട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് മധുരം പോരാന്നുണ്ടെങ്കിൽ മധുരം എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് കൂടുതൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ താല്പര്യം അനുസരിച്ച് മാറ്റം വരുത്തണേ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ബാക്കിയുള്ള വെജിറ്റബിൾസ്, അതായത് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതും ഒരു 5 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അവസാനമാണ് നമ്മൾ പനീർ ചേർക്കാൻ പോകുന്നത് ഇതിലോട്ട് കേട്ടോ. പനീറിന് അധികം കുക്കിംഗ് ടൈം ഒന്നുമില്ല, 2 മിനിറ്റ് മാത്രം നമുക്ക് കുക്ക് ചെയ്താൽ മതി. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് അല്പം ഉലുവയുടെ ഇലയുണ്ടല്ലോ, അതായത് കസൂരി മേത്തി, ഒന്ന് കയ്യിൽ വെച്ച് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു ഡ്രൈ ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ആക്ച്വലി ഇതൊന്ന് വറ്റണം. പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് കിട്ടുന്ന തക്കാളി അനുസരിച്ച് ഇതിൽ ചേർക്കുന്ന തക്കാളിയുടെയും അതുപോലെ തന്നെ പഞ്ചസാരയുടെയും ഒക്കെ അളവിൽ വ്യത്യാസം വരെ. അപ്പോൾ സ്വന്തം ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വരുത്തണം. ഞാൻ ഇതിൻ്റെ പ്രൊസീജിയറാണ് കാണിച്ചു തരുന്നത്. കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ പോയിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഇവിടുത്തെ ടേസ്റ്റല്ല എനിക്ക് കിട്ടുന്നത്. കാരണം നാട്ടിലത്തെ തക്കാളി വേറെയാണ്, വെജിറ്റബിൾസിൻ്റെ ടേസ്റ്റിലും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണോ അതിനനുസരിച്ച് നമ്മളെ കയ്യിൽ കിട്ടുന്ന വെജിറ്റബിൾസൊക്കെ അനുസരിച്ച് നമ്മൾ ചേർക്കുന്ന അളവിൽ മാറ്റം വരുത്തും. അപ്പോൾ ഞാൻ 1 ടീസ്പൂണാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് ചേർക്കുമ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അളവുകൾ വ്യത്യാസം വരുത്തണം കേട്ടോ. ഇത് 2 മിനിറ്റ് അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഒരു ക്രഞ്ചിനെസ്സോട് കൂടി നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഓഫ് ചെയ്യേണ്ടതാണ്. നമുക്ക് ഇതിലോട്ട് പനീർ ചേർത്ത് കൊടുക്കാം. പനീർ നിർബന്ധമൊന്നുമില്ല കേട്ടോ. എൻ്റെ ഉള്ള കാരണം, പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമല്ലേ പനീർ, അതുകൊണ്ടാണ് ഞാൻ പനീർ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊരു 2 മിനിറ്റ് കുക്കായതിനു ശേഷം നമുക്കങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. പനീറും കൂടി ഇട്ട ശേഷം 2 മിനിറ്റ് കുക്കായിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യണം കേട്ടോ. ഞാനൊരു 1/4 ടീസ്പൂണും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് മധുരം പോരാത്ത പോലെ തോന്നി. ഫൈനലായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ കുറച്ചും കൂടെ കസൂരി മേത്തി, അതായത് ഉലുവയില ഉണക്കിയത്, പിന്നെ 2 പച്ചമുളകും കൂടി ഇട്ട് അങ്ങ് ഡെക്കറേറ്റ് ചെയ്ത് ഗാർണിഷ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. കസൂരി മേത്തി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കസൂരി മേത്തി ഉണ്ടെങ്കിലാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുക. മല്ലിയിൽ ഒരുപാടൊന്നും ഇടണ്ട, കുറച്ചിട്ടാൽ മതി. അതുപോലെ തന്നെ ഒരു പച്ചമുളക്, ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഈ ഒരു ഗ്രേവി ആയിട്ട് എടുക്കുക. കുറച്ചും കൂടെ തണുക്കുമ്പോൾ ഇതിനേക്കാളും ഡ്രൈ ആയിട്ട് മാറും. പിന്നെ നിങ്ങൾക്ക് ഇതിനേക്കാളും ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വറ്റിച്ചെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചപ്പാത്തിയുടെ ഉള്ളിലൊക്കെ വെച്ച് റോൾ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, ഡ്രൈ ആക്കുകയാണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം, പൊറോട്ട, അതുപോലെ തന്നെ ദോശയുടെ കൂടെ നല്ല കോമ്പിനേഷനാണത്. പിന്നെ പൂരി ആണെങ്കിലും ഒക്കെ നല്ലതാണ്. ഈവൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും നൂഡിൽസിൻ്റെ കൂടെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഡിഷാണിത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഒരു 3 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അളവിലാണ് കേട്ടോ. ഇതിന് എനിക്ക് കുക്കിംഗ് ടൈം മൊത്തത്തിൽ ഒരു 1/2 മണിക്കൂറാണ് വേണ്ടി വന്നത്. അപ്പോൾ ഫൈനലായിട്ട് ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. കൊള്ളാം. എൻ്റെ മക്കൾക്കൊക്കെ ഈ ടേസ്റ്റ് ഇഷ്ടമാണ്. അതായത് എരിവും മധുരവും പുളി
ആ ഒരു കോമ്പിനേഷൻ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിനുശേഷം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. തേങ്ങേന്റെ ദോശയാ. ഇത് ഈ ഗ്രീൻ പാലക്കില്ല അത്. ഓക്കെ ഓക്കെ. ഇത് ക്യാരറ്റിന്റെ ദോശയാ. ഇത് ബീറ്റ്റൂട്ടിന്റെ ദോശയാ. ഇതിലേതാ ഏറ്റവും ഇഷ്ടമായ? ഇതും പിന്നെ ഇതും. ഒരു ട്രിപ്പ് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ അമ്മനോടും പറഞ്ഞ് ഇനിയും വേണമെന്ന് പറഞ്ഞില്ലേ? സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇരുന്ന് കഴിക്കാണ്. ഇത് എവിടെയാണ് ഉണ്ടാക്കണം കണ്ടേക്കണേ നമ്മള്? യൂട്യൂബില്. ആരുണ്ടാക്കണം? ചേട്ടനാ? ചേച്ചി. ഏത് ചേച്ചി? അതെങ്ങനെ അറിയാ? അമ്മ പറഞ്ഞില്ലേ ഏത്? ഇതൊക്കെ ഉണ്ടാക്കാനുള്ളത്. നമ്മ അന്ന് കണ്ടില്ലേ? ആ മീനാൻറ്റിനോട് പറഞ്ഞ അടിപൊളിയാണ്. കളർഫുൾ ആണാ? മീനാൻറ്റിനോട് പറയും കളർഫുള്ളാണ്, അടിപൊളിയാന്ന് പറഞ്ഞേ. അടിപൊളിയാണ്. തംസപ്പ് കൊടുത്തേ. സൂപ്പർ.